ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ട് ഒരിടത്താണ് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ ജുബൈ പാർക്കിലാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കറക്റ്റ് വഴിയൊന്നും അറിയത്തില്ല. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. ചുറ്റിനും മരുഭൂമിയൊക്കെയാണ്. ചെറിയ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. ദൂരെ ഒട്ടകങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ക്യാമറയിൽ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം ഇവിടെ ഹോഴ്സ് ഫാർമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. നമ്മൾ പുറത്തു നിന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഉള്ള റോഡെല്ലാം ആണെങ്കിൽ മോശം റോഡായിരുന്നു. 1:45 എത്തിയപ്പം തന്നെ റോഡെല്ലാം ബ്ലോക്കുമായിരുന്നു. അത് മാത്രമല്ല സിഗ്നലും കട്ടായിരുന്നു. അതുകൊണ്ട് മുന്നോട്ടുള്ള വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. എല്ലാവർക്കും വിശപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കഴിച്ചിട്ട് വേറൊരു പാർക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഗൈസ് റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അച്ചായ സദ്യയാണ്. അപ്പം നമ്മളൊരു അച്ചായ സദ്യയും ഒരു കിരി ബിരിയാണിയുടെയാണ് ഓർഡർ ചെയ്തത്. ഒത്തിരി തരം ജ്യൂസുകളുണ്ടായിരുന്നു. കേക്കും പുഡിങ്ങും പൈനാപ്പിൾ ഡിസേർട്ടും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. ഞാൻ ആദ്യം പുഡിങ് ആയിരുന്നു ആദ്യം കഴിച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് അത് തന്നെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. Softly spoken with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden. I never wanna lock you down. I know you're not mine, it's just my turn, but അച്ചായ സദ്യക്കകത്തുള്ള സ്പെഷ്യൽ ബീഫ്, ചിക്കൻ, മട്ടൻ, മീൻകറി ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിരി ബിരിയാണി കിട്ടി. അത് നമുക്ക് ഓപ്പൺ ചെയ്തതാണ്. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കിരി ബിരിയാണി. അങ്ങനെയല്ല, എന്താണെന്ന് പറഞ്ഞാൽ ഗ്രേവി ഇച്ചിരി ഉള്ളായിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബീച്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ലൈക്ക് എൻ്റെ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഒരു ആൻറ്റി ആണെങ്കിൽ പ്രാവിനെല്ലാം തീറ്റ കൊടുക്കുന്നുണ്ടോണ്ട് ഞാനും പോയിരുന്നു തീറ്റയൊക്കെ കൊടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആൻറ്റി ആണെങ്കിൽ ബിസ്ക്കറ്റൊക്കെ ഫുൾ കവറായിട്ട് തന്നായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പ്രാവിന് കൊടുക്കാനാണ്. ഞാൻ ചോദിച്ചു ഇംഗ്ലീഷിലൊക്കെ. പിന്നെ ആണെങ്കിൽ അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് തന്നെ സ്വന്തമായിട്ട് കഴിക്കാൻ വേണ്ടിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇച്ചിരി നേരം ഇരുന്നിട്ട് കളിക്കാൻ പോവാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പം അമ്മ ആണെങ്കിൽ എന്നെ കളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമാണെങ്കിൽ ഷെല്ലൊക്കെ കണ്ടുപിടിക്കണമെന്നൊക്കെയാണ്, വലിയ ഷെല്ലൊക്കെ കണ്ടുപിടിക്കണമെന്നൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് വലിയ ഷെല്ലൊക്കെ പൊടിഞ്ഞ് കിടക്കുമായിരുന്നു കടലിനകത്ത്. കുഞ്ഞു കുഞ്ഞു ഷെല്ലേ ഉള്ളായിരുന്നു. അതോ കുഞ്ഞു ഷെല്ലാണെങ്കിൽ മണ്ണിൻ്റെ അടിയിലായിരുന്നു. ഞങ്ങൾക്കൊക്കെ കുഴിച്ചെടുക്കേണ്ടി വന്നായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയായിരുന്നു വലിയ ഷെല്ലൊക്കെ ഉണ്ടോയെന്ന്, പക്ഷെ ഒന്നും കിട്ടിയില്ല.
സൈക്കിൾ ഓട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സൈക്കിൾ എടുത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒമ്പത് മണിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വിശപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ മാക്ഡോണൽഡ്സിൽ കയറാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല എൻ്റെ ഫേവറേറ്റ് സലോഡയാണ് അത്. അതുകൊണ്ട് അവിടെ തന്നെ കയറിയേ. ഓർഡർ ചെയ്ത സാധനമൊക്കെ വന്നായിരുന്നു. ഞാനൊരു നഗറ്റ്സും കെച്ചപ്പാണ് ഓർഡർ ചെയ്തത്. പിന്നെ ആണെങ്കിൽ ഇവർ രണ്ടുപേരും കോഫിയും ഒരു ജ്യൂസും കൂടെയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പം ഇത്രയുള്ള വീഡിയോ. ബൈ.